വളരെ ദാരുണമായ സംഭവമാണ്. മകളുടെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് എത്തിയതാണ്. അതിനിടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. രക്തപരിശോധനയ്ക്കായി ഭർത്താവ് പുറത്തേക്ക് പോയ സമയത്തായിരുന്നു ശുചിമുറി ഉപയോഗിക്കാനായി ബിന്ദു പോയത്. ആ സമയത്താണ് കെട്ടിടം തകർന്ന അപകടമുണ്ടാവുകയും തുടർന്ന് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തെടുത്ത അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച് ഉടൻ തന്നെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തത്. മരണം ഉറപ്പാക്കി അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾക്ക് ആയിട്ടാണ് ബിന്ദുവിൻ്റെ ഭർത്താവിനെ പോലീസ് ഉദ്യോഗസ്ഥർ സൂപ്രണ്ടിൻ്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അദ്ദേഹം സംഭവത്തിൻ്റെ ഗൗരവം കൊണ്ട് തന്നെയാണ്, അതായത് ഭാര്യ മരണപ്പെട്ടു എന്നുള്ള വിവരം അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. പ്രതികരണത്തിന് നമ്മൾ ഈ ഘട്ടത്തിൽ മുതിരുന്നത് അനുചിതമാണ് എന്നതിനാൽ തന്നെ അതിലേക്ക് കടന്നിട്ടില്ല. ഒരുപക്ഷെ കൂടുതൽ ബന്ധുക്കൾ ഈ വിവരം അറിഞ്ഞ് എത്താൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഈ സംഭവം നടക്കുന്ന സമയത്ത് ബിന്ദുവിൽ നിന്നും അല്പം അകലെ മാറിയായിരിക്കും ബന്ധുക്കളൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. ഭർത്താവിൻ്റെ ചികിത്സയ്ക്കായി മകളുമൊപ്പം ബിന്ദു ഇവിടേക്ക് എത്തിച്ചേരുകയും അപകടം നടന്ന സമയത്ത് കെട്ടിടത്തിൻ്റെ ഇടിഞ്ഞു വീണ ഭാഗത്ത് ഉണ്ടാകുകയാണ് ചെയ്തത്. 3 നില കെട്ടിടമാണ്. സ്വാഭാവികമായും കോൺക്രീറ്റും അതോടൊപ്പം തന്നെ കട്ടയും കമ്പിയും അടക്കമുള്ള ഭാഗമാണ് താഴേക്ക് പതിച്ചത്. അതിനാൽ തന്നെ അതിനിടയിൽ ഉൾപ്പെടുന്ന ഒരാൾക്ക് ജീവൻ തിരിച്ചു കിട്ടുക എന്നുള്ളത് തീർത്തും അപ്രതീക്ഷിതവും തീർത്തും അസാധ്യമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് എന്നുള്ള വിലയിരുത്തൽ ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഭാര്യയെ കാണാനില്ല എന്നുള്ള വിവരം പങ്കുവെച്ചതും ഭർത്താവും മകളും തന്നെയാണ്. അങ്ങനെ ഈ ഇടിഞ്ഞു വീണ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിലെ തിരച്ചിൽ മനുഷ്യസാധ്യമായി വേഗത്തിൽ ഉണ്ടാവുക എന്നുള്ളത് അസാധ്യമാണ് എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിന്നീട് മണ്ണ് മാന്ത്രി യന്ത്രങ്ങൾ എത്തിച്ചത്. ഈ ഭാഗത്തേക്ക് ഒരു ചെറിയ മതിൽ പൊളിച്ചാണ് മണ്ണ് മാന്ത്രി യന്ത്രങ്ങൾ കടന്നു വന്നത്. അങ്ങനെ 3 മണ്ണ് മാന്ത്രി യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്തത്. അത് ശ്രമകരവുമായിരുന്നു. ഈ ഘട്ടത്തിൽ പെട്ടെന്ന് അതിവേഗത്തിൽ